ഹായ് ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തായി ഓണമൊക്കെ എവിടെ വരെ എത്തി? മാമുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ എൻ്റെ ഈ കുറച്ച് പുറം നാടുകളിലും കേരളത്തിന് പുറത്തുമൊക്കെയുള്ള സുഹൃത്തുക്കളെ ഓണം വിഷ് ചെയ്യാൻ ഏതായാലും ഇങ്ങനൊരു ചാനലുള്ളത് കൊണ്ട് സൗകര്യമായി എന്ന് വിചാരിക്കുകയാണ്. പലരും രാവിലെ തിരുവോണം ആശംസിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി. ഈ തവണ സത്യത്തിൽ എനിക്ക് സന്തോഷകരമായ ഒരു ഓണമില്ല. എൻ്റെ അമ്മ വിട പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു വാടിയ പൂക്കൾ പോലെ ആയിപ്പോയ ഒരു ഓണമാണ് എൻ്റെ. എങ്കിൽ പോലും നിങ്ങൾ സഹൃദയരായ എൻ്റെ നല്ല സുഹൃത്തുക്കളൊക്കെ സന്തോഷമായിട്ട് കുടുംബസമേതം ഓണം ആഘോഷിക്കുന്നുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ അകമഴിഞ്ഞ ആശംസകൾ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. മാത്രമല്ല നിങ്ങൾ എൻ്റെ കുറുമ്പ് കൊണ്ട് ചിലപ്പോഴേ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ അകലം കുറയ്ക്കാനും ആരെങ്കിലും ബ്ലോക്ക് ചെയ്യണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവൃത്തിയൊക്കെ ആഗ്രഹമില്ല കേട്ടോ. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അങ്ങനെയൊക്കെ ഈ ഓരോ വർഷവും വരുന്ന ഓണം, വിഷു അതുപോലുള്ള ആൺറതികളൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും അസന്തുഷ്ടിയും ഒക്കെ മറനീക്കി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഊഷ്മളമായി തുടങ്ങിയിടത്ത് എത്തിച്ചേരാനുള്ള കൂട്ടായ്മകൾ ബലപ്പെടുത്താനുള്ള അവസരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പിന്നെ ഈ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടും മാപ്പ് പറഞ്ഞിട്ടൊക്കെ വിശേഷങ്ങളുമായിട്ടും പിന്നെന്താ പറയുക ആശംസകളുമായിട്ടൊക്കെ മുന്നോട്ട് വരുമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഓണത്തോടനുബന്ധിച്ച് പുത്തിരി പായസം വയ്ക്കുക, അങ്ങനെ പാടത്തെ നെല്ല് ഞങ്ങളുടെയൊക്കെ തൊട്ടടുത്തുള്ള പാടങ്ങളിലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുകയാണ് നെല്ല്. അതൊക്കെ കൊയ്തെടുത്ത് അവിടെ നിന്നുള്ള പുത്തിരി കൊണ്ടുവന്ന് അതുകൊണ്ട് പായസം ചോറും ഒക്കെ വെച്ച് അതുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു. അപ്പോൾ ആ പുത്തൻ നെല്ല് കൊണ്ടുവന്ന ആ പുത്തരി പായസവും പുത്തരി ചോറൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു തീവ്രമായ സ്വാദും സന്തോഷവും ഉന്മേഷവും ഇല്ലേ, അതുപോലെയാണ് ഈ നിങ്ങൾ ദൂരെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ വീണ്ടും ഇങ്ങനെ എന്താ പറയുക സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ആശംസ പറയുമ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ വിനീതമായ സ്നേഹം നിറഞ്ഞ അകമഴിഞ്ഞ ആശംസകൾ, സ്നേഹോഷ്മളമായ ഓണാശംസകൾ എല്ലാവരും സ്വീകരിക്കണേ. കുടുംബസമേതം സമ്പൽ സമൃദ്ധിയോടെ സമാധാനത്തോടെ സന്തുഷ്ടിയോടെ ജീവിച്ച് അടുത്ത ഓണത്തിന് വീണ്ടും വിശേഷങ്ങളുമായി വരാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന ശുഭാശംസകളോടെ ഞാൻ നിർത്തുകയാണ്. പൊന്നോണം ഒന്നുകൂടി ആശംസിക്കുന്നു. താങ്ക് യു പ്രിയജനങ്ങളെ. നന്ദി, നമസ്കാരം.